ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചൊരു ചെറിയ ഷോർട്സ് ഇടാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എന്ത് ഭക്ഷണമാണ് കഴിച്ചത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 3 നേരമുള്ളത് അവൾ ഭക്ഷണം കഴിക്കണേ. ഇടയ്ക്കൊക്കെ ഇത്തിരി എന്താ പറയുക, ചിപ്സ് പോലെയൊക്കെ കഴിക്കട്ടെ, അതൊന്നും ഞാൻ കാണിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടുവെച്ചാലോ, അതുകൊണ്ട് ഞാൻ അത് കാണിക്കണില്ല. 3 മീൽസ് പറയാൻ പറ്റില്ല, 3 ടൈം ഫുഡ്. അതാണ് വാട്ട് ഷുഡ് ഐ ഈറ്റ് ടുഡേ എന്നുള്ള ഇതെനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തത് വൈഷ്ണവിൻ്റെ ഫ്രണ്ടാണ് അഷ്മിത. അപ്പോൾ കൊച്ച് വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കുന്നു. എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് റവ ഇഡ്ഡലി ആയിരുന്നു. റവ ഇഡ്ഡലി വിസ്മയുടെ ഫേവറേറ്റാണ് റവ ഇഡ്ഡലി. അപ്പോൾ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി, അവൾക്കും ജിജോക്കും വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു, നോക്കുമ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് ഇരിക്കണു. അത് ഏതാണ്ട് ഡേറ്റ് തീർക്കാൻ പറ്റില്ല. ഒരു പാക്കറ്റ് ബ്രെഡൊന്നും എനിക്ക് തീർക്കാൻ പറ്റില്ല. ഒരു ഹാഫ് ഉണ്ടായി, മുക്കാലിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 3-4 സ്ലൈസ് എടുക്കുക. ഞാൻ അത്രയൊന്നും തിന്നില്ല കേട്ടോ. 3 സ്ലൈസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാക്കറ്റ് തീർക്കാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ കാണിച്ചു തരാം ഞാൻ എന്താ ഇന്ന് കഴിക്കണേന്ന്. ഇതാട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 3 സ്ലൈസ് ബ്രെഡ്, ഇത് ഓംലെറ്റ് ബുൾസൈ. ഓംലെറ്റ് അല്ല കേട്ടോ, ബുൾസൈ ആണ്. ബുൾസൈ എനിക്ക് ഇത്തിരി ഇങ്ങനെ എന്താ പറയുക, അധികം ബോയിലാവണ ഇഷ്ടമല്ല. ഇങ്ങനെ ചെറിയൊരു ഹാഫ് ബോയിലായിരിക്കണം ഈ യോക്ക്, യെല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഇത് കുറച്ച് കോൺഫ്ലെക്സ്, അത് ഞങ്ങളിവിടെ ഇടയ്ക്ക് എന്താ പറയുക, ലേസി ഡേ ഉണ്ടാവുമല്ലോ ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാലിൽ ഈ കോൺഫ്ലെക്സ് ഇട്ട് കഴിക്കും. അപ്പോൾ ഞാനത് കർമുറ തിന്നാൻ വേണ്ടി അതും എടുത്തു. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഹായ്, അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇന്ന് ഞാൻ ചോറ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചൂടാക്കുകയും ചെയ്തത്. വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ലഞ്ച് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഓർത്തന്നെ അത് ചൂടാക്കാം. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നതാ മറ്റേ പടവലങ്ങ തോരൻ, പടവലങ്ങ മെഴുക്ക് വരട്ടി. പിന്നെ കുറച്ച് പയറും ഇത് തോരൻ വെച്ചതുണ്ടായിരുന്നു. അതാണ് ഇന്ന് എൻ്റെ ലഞ്ച്. കുറച്ച് മോരുകറി ഇരിപ്പുണ്ടായിരുന്നു, അതും ഒഴിച്ചു, ചാറ്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ലഞ്ച്, ചിക്കൻ കറി, ഇത് പടവലങ്ങ മെഴുക്ക് വരട്ടി, പയറ് തോരൻ, പച്ചപ്പയറില്ലേ, വള്ളിപ്പയർ, അത് തോരൻ വെച്ചു. പിന്നെ ഇന്നലത്തെ മോരുകറി കുറച്ചുണ്ട്. ഇതാണ് എൻ്റെ ലഞ്ച്. ഹലോ ഗൈസ്, ഇന്നപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നിങ്ങളെ കാണിച്ചായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഡിന്നർ കഴിക്കുന്നില്ല. കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചായിരുന്നല്ലോ കഴിഞ്ഞ സൺഡേ. അപ്പോൾ ഞാൻ ഓർത്തു മാങ്ങയിൽ ഒതുക്കാമെന്ന്. പിള്ളേർക്ക് ചിക്കൻ കറിയും റൈസും ഒക്കെ ഉണ്ടായിരുന്നു, അവരതൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു മാങ്ങ കഴിക്കാം. മാങ്ങ അരിഞ്ഞതുണ്ട്. പിന്നെ എൻ്റെ ഡിന്നർ മാങ്ങയാണ്. ഇടയ്ക്കൊരു ഡയറ്റൊക്കെ ആവാമല്ലോ. പക്ഷെ മാങ്ങയിലും ഒക്കെ ഉണ്ട്, മധുരമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സീസണൽ ഫ്രൂട്ട്സ് അല്ലേ നമ്മൾ കഴിച്ചിരിക്കണം. അതിൽ വന്ന ഷുഗറൊക്കെ വരണമെങ്കിൽ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് മാങ്ങ നല്ല മാങ്ങയായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം മാത്രം എന്തോ ചെറിയൊരു ചതവ് വന്നിട്ടാന്ന് തോന്നുന്നു. അല്ലാണ്ട് ബാക്കിയെല്ലാം നല്ല മാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.